എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് മാർച്ച് 10-ാം തീയതി തിങ്കളാഴ്ചയുള്ള പരീക്ഷയാണ്. തിങ്കളാഴ്ച സോഷ്യൽ സയൻസ് പരീക്ഷയാണ് വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. അപ്പോൾ 80 മാർക്കിലാണ് സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷ വരുന്നത്. അപ്പോൾ രാവിലെ 9:30 മുതൽ 12:15 വരെ ഏകദേശം 2.5 മണിക്കൂറാണ് പരീക്ഷ ഉണ്ടാവുക. അതിൽ 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു 2.5 മണിക്കൂറാണ് ഈ ഒരു പരീക്ഷ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ രാവിലെ 9 മണിക്ക് തന്നെ സ്കൂളുകളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കാരണം ഈ ഒരു രാവിലെ 9:30 മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത്. കുറച്ച് ലേറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ കാരണം പഠിച്ചതൊക്കെ മറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പഠിച്ചതും ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഈ ഒരു സോഷ്യൽ സയൻസ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ 80-ൽ നിങ്ങളൊരു മിനിമം കുറഞ്ഞത് ഒരു 60 മാർക്കെങ്കിലും നേടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കതൊരു കൂടുതൽ ഉപകാരപ്രദം ആയിരിക്കും. കാരണം കൂടുതൽ മാർക്ക് ലഭിക്കാനുള്ള സാധ്യത കൂട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സോഷ്യൽ സയൻസ് പരീക്ഷ അതായത് 80 മാർക്കിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 80 മാർക്കിൽ ജയിക്കാനായിട്ട് 10 മാർക്ക് മതിയോ എന്നുള്ളത്. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ പരീക്ഷ ആണെങ്കിൽ ജയിക്കാനായിട്ട് 5 മാർക്ക് മതിയോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആകെ ജയിക്കാനായിട്ട് വേണ്ടത് ആകെ മാർക്കിൻ്റെ 30% മാർക്കാണ് നിങ്ങൾക്ക് ആകെ ജയിക്കാനായിട്ട് വേണ്ടത്. അതായത് 30% മാർക്കാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആകെ 30% എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ അതായത് ടെർമിനൽ ഇവാലുവേഷൻ പ്ലസ് അതിനോടൊപ്പം CE മാർക്ക് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 30% കിട്ടണം എന്നുള്ളതാണ് നിലവിലുള്ള നിബന്ധന. നിലവിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ എഴുത്ത് പരീക്ഷയുടെയും അതുപോലെ CE മാർക്ക് ടോട്ടൽ കൂട്ടി 30% മാർക്ക് വാങ്ങിച്ചാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാർക്ക് വരുന്നത് അതായത് 80-നോടൊപ്പം 20 മാർക്ക് CE ഉണ്ട്. അപ്പോൾ ഈ ഒരു 80-നോടൊപ്പം 20 മാർക്ക് CE ഉണ്ട്. 40 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 10 മാർക്ക് CE മാർക്ക് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഈ ഒരു 80 എന്ന് പറയുന്നത് അത് 100-ലാണ് വരിക. 40 എന്ന് പറയുന്നത് CE ഉൾപ്പെടെ 50 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു 100 മാർക്കിൽ 30 മാർക്കാണ്. നിങ്ങൾക്ക് 20 മാർക്ക് CEയും 10 മാർക്ക് എഴുത്ത് പരീക്ഷ നേടുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 30% 30 മാർക്ക് 100-ൽ 30 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ 50 അതായത് 10 മാർക്ക് എഴുത്ത് പരീക്ഷയും അതായത് 10 മാർക്ക് CE മാർക്കും അതുപോലെ 40 മാർക്ക് എഴുത്ത് പരീക്ഷയും കൂട്ടുന്ന സമയത്ത് 50 മാർക്കിലാണ് പരീക്ഷ വരുന്നത്. അതിൽ നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ 5 മാർക്ക് നേടി നിങ്ങൾക്ക് 10 മാർക്ക് ഫുൾ CE കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 15 മാർക്കാണ് കിട്ടുക. അങ്ങനെ 15 മാർക്ക് 50-ൽ 15 എന്ന് പറയുമ്പോൾ അത് ഈ ഒരു 50-ൻ്റെ 30% മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ജയിക്കാനായിട്ട് സാധിക്കും. അതായത് 80-ൽ 10 കിട്ടിയാലും 40-ൽ 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ജയിക്കാനായിട്ട് സാധിക്കും. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ ഒരു 80 മാർക്കിൽ നിങ്ങൾ ഒരു 10 മാർക്ക് വാങ്ങിച്ചു. അതുപോലെ തന്നെ ഒരു 40 മാർക്കിൽ നിങ്ങളൊരു 5 മാർക്ക് വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ റിസൾട്ടിൽ നിങ്ങൾക്ക് ഗ്രേഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡ് ആയിരിക്കും. അതായത് D+ എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ഗ്രേഡാണ്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്കൊരു 10-ൽ നിന്നും ജസ്റ്റ് ഒരു 1 മാർക്കോ അല്ലെങ്കിൽ 5-ൽ നിന്ന് 1 മാർക്കൊക്കെ കുറയുകയാണെങ്കിൽ അത് ഈ ഒരു D+നും താഴെയായിട്ട് D ഗ്രേഡോ അതായത് D ഗ്രേഡ് എന്ന് പറയുമ്പോൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റു എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഗ്രേഡൊക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു 10-ഓ 5-ഓ മാർക്ക് വാങ്ങിച്ച് ജയിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാക്കരുത്. ഇത് എന്ന് പറയുന്നത് തീരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് ഇത്ര മാർക്കേ വേണ്ടൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം ഈ ഒരു 5-ഓ 10-ഓ മാർക്ക് നേടുക എന്നുള്ളതല്ല. അതിലുപരി 80 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങളൊരു 60 മാർക്കെങ്കിലും മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് സോഷ്യൽ സയൻസ് പരീക്ഷയാണ് ഇനി അടുത്തത്. അപ്പോൾ അതിൽ നിങ്ങളൊരു 60 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ പരീക്ഷയാണ് ഇനി ഏതെങ്കിലും ഉള്ളതെങ്കിൽ അതായത് ഇനി 40 മാർക്കിൻ്റെ കുറേ സബ്ജക്റ്റിൻ്റെ പരീക്ഷകളുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു 40 മാർക്കിൽ നിങ്ങളൊരു മിനിമം ഒരു 30 മാർക്കെങ്കിലും നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു രീതിയിൽ വാങ്ങിക്കുക. അതായത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ജസ്റ്റ് ഒരു 10 മാർക്ക് 80-ൽ മതിയാകും. എന്നാൽ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെതിൽ 5 മാർക്ക് മതിയാകും. എന്നാൽ ഇതിലും മാർക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് D ഗ്രേഡോ E ഗ്രേഡോ ഒക്കെ കിട്ടിയിട്ട് നിങ്ങൾ തോൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു 80 മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു 60 മാർക്ക് കിട്ടുന്ന രീതിയിലെങ്കിലും പരീക്ഷ നന്നായിട്ട് എഴുതുക. 40 മാർക്കിൻ്റെ പരീക്ഷ ആണെങ്കിൽ നിങ്ങൾ അതിൽ ഒരു 30 മാർക്കെങ്കിലും നേടുന്ന തരത്തിൽ നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളോട് ഈ ഒരു രീതിയിൽ ഇത്രയും മാർക്ക് വാങ്ങിക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കാണാനായിട്ട് പറ്റില്ല. നിങ്ങൾക്കൊന്നുകിൽ A+, അതുപോലെ തന്നെ A ഗ്രേഡ് അല്ലെങ്കിൽ B+, B ഗ്രേഡ്, C+, C ഗ്രേഡ്, D+, ഈ ഒരു രീതിയിലുള്ള ആ ഒരു ഗ്രേഡുകളാണ് കാണാനായിട്ട് പറ്റുക.
അപ്പോൾ ഡി പ്ലസ് ഗ്രേഡിലും താഴെയായിട്ട് ഡി ഗ്രേഡോ ഇ ഗ്രേഡോ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ തോൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അത് നിങ്ങൾ SSLC സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സേ പരീക്ഷ എഴുതുന്ന സമയത്തേക്ക് +1 അലോട്ട്മെൻറ്റ് നടപടികളൊക്കെ ആരംഭിക്കും. അപ്പോൾ പിന്നീട് നിങ്ങൾ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് പിന്നീട് +1 അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഏറ്റവും ലാസ്റ്റ് ടൈമിലോട്ടായിരിക്കും. അതായത് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ അഡ്മിഷനൊക്കെ കിട്ടാറുണ്ട്. എന്നിരുന്നാലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് പാസിന് D+ കിട്ടാനായിട്ട് വേണ്ട ഒരു 10ഓ 5ഓ മാർക്ക് നേടുക എന്നുള്ളതല്ല. കാരണം ഇതിൽ നിങ്ങൾക്ക് അല്പം മാർക്ക് കുറഞ്ഞാൽ തന്നെ അത് ഡി ഗ്രേഡോ ഇ ഗ്രേഡിലൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ മിനിമം ഒരു 60 മാർക്കെങ്കിലും അതുപോലെ 40 മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു 30 മാർക്കെങ്കിലും നേടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു സോഷ്യൽ സയൻസ് പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്കത് A+, എ ഗ്രേഡ്, ബി ഗ്രേഡ് ഇതൊക്കെ കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഴുത്തു പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ഒരു 70 മുതൽ 80 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ സയൻസ് പരീക്ഷയിൽ 70 മുതൽ 80 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു A+ ഗ്രേഡ് ആകും. അതുപോലെ 60 മുതൽ 69 വരെ കിട്ടിയാൽ എ ഗ്രേഡ്, 50 മുതൽ 59 വരെ കിട്ടിക്കഴിഞ്ഞാൽ B+ ഗ്രേഡ്, 40 മുതൽ 49 വരെ മാർക്ക് നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ ബി ഗ്രേഡാണ് കിട്ടുക. അതുപോലെ 30 മുതൽ 39 വരെ C+ ഗ്രേഡും, 20 മുതൽ 29 വരെ ഈ ഒരു C ഗ്രേഡും, അതുപോലെ 10 മുതൽ 19 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ D+ ഗ്രേഡുമാണ് കിട്ടുക. അതായത് ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് ജയിക്കാനായിട്ട് D+ ഗ്രേഡാണ്. അപ്പോൾ ഇത് 10 മുതൽ 19 വരെ മാർക്ക് നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ നേടിയാൽ നിങ്ങൾക്ക് D+ ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു D+ ഗ്രേഡ് നേടുക എന്നുള്ളതല്ല. കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എ ഗ്രേഡ് മുതൽ B+ ഗ്രേഡ് വരെ നിങ്ങൾ മിനിമം നേടാനായിട്ടും ശ്രദ്ധിക്കുക. ഈ ഒരു D+ ഗ്രേഡിന് താഴെ നിങ്ങൾക്ക് DO EO ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഫെയിൽഡ് ആയതായിട്ട് കണക്കാക്കും. പിന്നീട് നിങ്ങൾക്ക് SSLC റിസൾട്ട് വന്ന ശേഷം SSLC സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിച്ച് അങ്ങനെ SSLC പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന, അതായത് ഒരു 5ഓ 10ഓ മാർക്ക് കിട്ടി ജയിക്കാം എന്ന് പല വിദ്യാർത്ഥികളും ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 5ഓ 10ഓ മാർക്ക് നിങ്ങൾ നേടിയിട്ട് നിങ്ങൾക്ക് അഥവാ അതിൽ എത്രയെങ്കിലും മാർക്ക് നിങ്ങൾക്ക് കുറഞ്ഞു പോവുകയാണ് എങ്കിൽ പിന്നീട് അത് ഡി ഗ്രേഡോ ഇ ഗ്രേഡോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഫെയിൽഡ് ആവാനുള്ള, അതായത് ആ ഒരു സബ്ജക്റ്റ് തോൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 80 നിങ്ങളൊരു മിനിമം ഒരു 60 മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ 40 മാർക്ക് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു വിഷയത്തിൽ നിങ്ങൾ മിനിമം ഒരു 30 മാർക്കെങ്കിലും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് അതായത് ഏകദേശം ഒരു B+ ബി ഗ്രേഡ് ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ടതില്ല. നിങ്ങൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ടെൻഷനൊന്നും കൂടാതെ തന്നെ പഠിക്കുക. അതായത് നിങ്ങൾക്ക് എനിക്ക് പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള ഒരു ചിന്ത വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. എന്നാൽ നിങ്ങളെക്കൊണ്ട് പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു നല്ലൊരു ഉപകാരപ്രദം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ 5ഓ 10ഓ മാർക്ക് വാങ്ങിച്ച് ജയിക്കുക എന്നുള്ളത് ആവരുത് നിങ്ങളുടെ ലക്ഷ്യം. കൂടുതൽ മാർക്ക് നേടുക എന്നുള്ളതാവണം നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.